Yeah, good evening. Welcome you all for today's session, Reimagining Calicut's Public Spaces and Streets as City of Literacy and Happiness. So we have three panelists, as you all know, our own Deputy Mayor Musafar Ahamed, and on my left, Architect Anita Chaudhary and Dr. Firoz. കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോടിനൊരു റിച്ച് ഹിസ്റ്ററി ഉണ്ട്. ഓൾമോസ്റ്റ് 10th സെഞ്ച്വറിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേർഷ്യൻസ് ഉണ്ടായിരുന്നു, അറബ്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ യൂറോപ്യൻസ് വന്നുപോയി, ചൈനീസ് വന്നുപോയി, പലരും വന്നുപോയ ഒരു റിച്ച് ഹിസ്റ്ററിയുള്ളൊരു നഗരത്തിലാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ഈ വെന്യൂടെ സൗത്ത് സൈഡിൽ നോക്കുകയാണെങ്കിൽ we had two bridges. ആ ബ്രിഡ്ജ് കണക്ട് ചെയ്തുകൊണ്ട് പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സും ഒക്കെ ആയിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രതാപകാലം നമ്മുടെ കോഴിക്കോടിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കലാരംഗത്താണെങ്കിലും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്താണെങ്കിലും നോക്കിയാലും അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഒരു പൈതൃകവും നമുക്കുണ്ടായിരുന്നു. എസ് കെ പൊറ്റക്കാട്, അതുപോലെ തന്നെ ഉറൂബ്, തിക്കോടിയൻ, MT വാസുദേവൻ നായർ തുടങ്ങിയ അനേകം സാഹിത്യകാരന്മാർ ജീവിക്കുന്നതുമായ ഒരു മണ്ണാണ് കോഴിക്കോട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഡോക്ടർ ഫിറോസ് ഉണ്ടായിരുന്ന ഒരു പ്രസൻറ്റേഷൻ ഞാൻ കണ്ടിരുന്നു. പാനൽ ഡിസ്കഷൻ തന്നെയായിരുന്നു. ആ പാനൽ ഡിസ്കഷനിൽ ഡോക്ടർ ഫിറോസ് ഒരു പ്രസൻറ്റേഷൻ, ഒരു 40 minutes ഉള്ള ഒരു പ്രസൻറ്റേഷൻ ചെയ്തിട്ട് അത് പുള്ളി എൻഡ് അയച്ചത് ഇങ്ങനെയായിരുന്നു: ലെറ്റ് us expect that the next KLF 2024 will be in the UNESCO City of Literature, കോഴിക്കോട്. സത്യം പറഞ്ഞാൽ അത് സത്യമായി. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സാഹിത്യ നഗരത്തിലാണ്. നമുക്ക് യുനെസ്കോയുടെ ലിറ്ററേച്ചർ ടൗണായി നമ്മളെ കോഴിക്കോടിനെ തിരഞ്ഞെടുക്കുകയും. So let us start our session begin with Dr. Firoz. So Firoz, I heard, college you had an intense ഒരു എന്താ പറയുക, ഈ അർബൻ ഡിസൈൻ സ്റ്റുഡിയോ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റി. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ചരിത്രം അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ പബ്ലിക് സ്പേസസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ NIT കോഴിക്കോട് പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്. പബ്ലിക് സ്പേസിലാണെങ്കിലും അതുപോലെ തന്നെ സ്ട്രീറ്റ്സിലാണെങ്കിലും ഒക്കെ. സോ എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തപ്പം എന്തായിരുന്നു ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്? വാട്ട് വാസ് യുവർ തോട്ട് പ്രോസസ്? എങ്ങനെയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ എത്തിയത്? അല്ലെങ്കിൽ നമുക്കൊരു സാഹിത്യ നഗരം എന്നൊരു പദവി നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? അതൊന്ന് ബ്രീഫായിട്ട് ഒന്ന് ആ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട് വിത്ത് അതിൽ തുടങ്ങാം നമുക്ക്. ഓക്കെ, താങ്ക് യു നൗഫൽ. ഐ തിങ്ക് ഇതൊരു ഇംഗ്ലീഷ് സെഷൻ ആണെങ്കിലും പ്രോബ്ലി I'll keep on my conversation in Malayalam exclusively. Maybe madam you will not be able to understand. Predominantly we'll keep it's the mother tongue language because except maybe Anita Chaudhary, who is not very good in English or Malayalam, she keeps on speaking in English. The rest of the conversation we can have it in Malayalam. That's what I feel. Okay, now the answer to the question what Noufal പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സമയം ഇത് തൊട്ടടുത്ത വീട്ടിലായിരുന്നു. 2023 ഇതേ സമയത്ത് നമ്മൾ ഇരുന്ന് ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു 40 minute പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് തന്നെ വർക്ക് ചെയ്തു തുടങ്ങിയിരുന്നു. സിറ്റി ഓഫ് ലിറ്ററേച്ചർ പ്രോജക്റ്റ് എന്ന രീതിയിൽ ഒരു അക്കാഡമിക് പ്രോജക്റ്റ് ചെയ്തിരുന്നു. ആ പ്രോജക്റ്റ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്ന് ഈ പറഞ്ഞു നിർത്തിയ സ്ലൈഡ് ഇത്രയാണ്: 2024 നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ വർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ സിറ്റി ഓഫ് ലിറ്ററേച്ചറിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, ഒരു ബാക്ക്ഗ്രൗണ്ട് നടത്തിയിട്ട് എങ്ങനെ നമുക്ക് റീഇമാജിനിങ് പബ്ലിക് സ്പേസസ് ആസ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ഹാപ്പിനെസ് എന്നൊരു ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഒരു 4 minute ഞാനത് എടുത്ത് പറയാം. ഇറ്റ്സ് ജസ്റ്റ് എ വെരി ബിഗ് വർക്ക്, ബട്ട് ഐ ജസ്റ്റ് ഹാവ് ടു സ്പെൻഡ് 3 to 4 minutes ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഇത് ശരിക്കും ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കോഴിക്കോട് കോർപ്പറേഷന് കൊടുക്കുകയുള്ളൂ. കാരണം 2022 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കീഴിൽ
ഡോക്ടർ അജിത് എന്നോട് വന്ന് പറഞ്ഞു, ഫിറോസ്, he was my senior in my post graduation program. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് കോഴിക്കോട് ചെയ്തുകൂടാ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഞാൻ പറഞ്ഞു നടക്കില്ല, അത് ശരിയാവില്ല, അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ദെൻ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഞാൻ മനസ്സോടെ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ അല്ലാണ്ട് നമ്മളിന്നപ്പോൾ പുള്ളി അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഐഡിയ എനിക്ക് ക്ലിക്ക് ചെയ്തു, ഇറ്റ്സ് വർക്കബിൾ. ആൻഡ് ദെൻ ഇറ്റ്സ് എ സീരീസ് ഓഫ് മീറ്റിംഗ്സ്, ഒരു 30-40 മീറ്റിംഗ് മിനിമം നടത്തിയിട്ടുണ്ടാവും. സ്റ്റുഡൻസ് വർക്ക് ചെയ്തു ആൻഡ് വി കെയിം ഔട്ട് വിത്ത് എൻ എക്സലൻറ്റ് റിപ്പോർട്ട് ആൻഡ് കാലിക്കറ്റ് ഗോട്ട് ദ സിറ്റി ഓഫ് ലിറ്ററേച്ചർ. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ, കോർപ്പറേഷൻ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തി പറയുന്നതാണ് കോർപ്പറേഷൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല. ബട്ട് ഇറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് ഓഫ് കോർപ്പറേഷൻ. ഇറ്റ് ഈസ് എ പ്രോജക്ട് വിച്ച് ഈസ് ഡൺ വിത്ത് സീറോ കോസ്റ്റ് ടു ദ എക്സ്ചെക്കർ. നോ മണി വാസ് ഇൻവോൾവ്. It was exclusively academic project. Not only NIT students, even SEPT University, Ahmed, and various other people contributed. There was actually mayor who was a pivotal point, and deputy mayor was involved in it. And we did almost free of cost, except chai and paripoda we used to get. Otherwise, where cost was involved ആയിരുന്നില്ല. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ്ലി രസം എന്ന് വെച്ചാൽ, ഈ പ്രീ ഇമാജിൻ പബ്ലിക് സ്പേസിൽ വരുന്നതിന് മുമ്പ് ഇതിൽ വർക്ക് ചെയ്തവരെല്ലാം മലയാളം ഒരു തരുമ്പ് അറിയാത്ത, ഞാൻ മാത്രം ഒരു പ്രോജക്റ്റ് ഗൈഡ് എന്നുള്ള ഇതിൽ മലയാളം അറിയും, ബാക്കി സ്റ്റുഡൻസിന് ആർക്കും മലയാളം അറിയില്ല. അപ്പോൾ ഭാഷ അറിയണം നിർബന്ധമൊന്നുമില്ല ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്നും കൂടി ഈ പ്രോജക്റ്റ് പ്രൂവൺ ആക്കി. നമ്മൾ ഫസ്റ്റ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ, 32ഓളം സിറ്റി ഓഫ് ലിറ്ററേച്ചർ ലോകമെമ്പാടുമുണ്ട്. ദിസ് ഇപ്പോൾ ഈ KLF പോലും ബ്രാൻഡിങ് പോലും സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളൊരു ടാഗ് വെച്ചിട്ടാണ് ഇത് ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കിട്ടാത്തൊരു കാലഘട്ടം കഴിഞ്ഞ വർഷം, ഇന്ന് സിറ്റി ഓഫ് ലിറ്ററേച്ചർ ഒരു ഗ്ലോബൽ റെക്കഗ്നൈസേഷനാണ് ഈ നഗരത്തിന് കിട്ടിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. നൗ ദ സിറ്റി ഹാസ് ടു ചേഞ്ച്. ഈ നഗരം ഈ ടാഗിനനുസരിച്ചിട്ട് ഇറ്റ് ഹാസ് ടു ചേഞ്ച്. റൈറ്റ്? സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. വി ഹാവ് സർട്ടൻ ഐഡിയാസ്. Architect Anita Chaudhary, we have ourselves given a lot of proposals which I will not discuss right now. അത് ആ സമയത്തുമ്പോൾ പറയാം. എക്സിക്യൂഷൻ പാർട്ടിൽ കോർപ്പറേഷൻ്റെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് മുസാഫർ സാറും പറയും. I'll hand over the mic to the coordinator. Let them, I just give a background of the whole concept, what we has been worked out. And now, let's see how the city responds to the change in this tag. What was yesterday, that is not what we are today. But how the city should respond back to the new concept. Over to you, Noufal. ഡെപ്യൂട്ടി മേയറോട് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം ഡോക്ടർ ഫിറോസ് പറഞ്ഞ് നിർത്തിയ സ്ഥലത്ത് നമുക്ക് തുടങ്ങാം. സോ ഇപ്പം ഇത്രയും കാലത്തിനുള്ളൊരു ജേണി, അതായത് ഇപ്പം നമുക്ക് ഈ ടാഗ് സാഹിത്യ നഗരം എന്നൊരു ടാഗ് കിട്ടുന്നതിന് മുമ്പുള്ള കോഴിക്കോടും അതിന് ശേഷമുള്ള കോഴിക്കോടും, അതായത് അതിന് മുമ്പും പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് സിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പബ്ലിക് സ്പേസിലാണെങ്കിലുമൊക്കെ കോർപ്പറേഷനാണെങ്കിലും ജില്ലാ ഭരണകൂടമാണെങ്കിലും എല്ലാവരും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് കിട്ടിയതിന് ശേഷം കോർപ്പറേഷൻ്റേതായിട്ടുള്ള രീതിയിൽ കോർപ്പറേഷൻ ഏർബൻ ലെവലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഗതികൾ, അല്ലെങ്കിൽ അതിൽ തൊട്ട് മുമ്പ് ചെയ്തിരുന്നത് പോരാ, അതൊന്ന് മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക പ്ലാനേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഏർബൻ ഡിസൈനേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഇപ്പം നോർമൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലും ഒരു ചിന്തയിലേക്ക് വഴിതിരിച്ചു വിടാൻ ഈ ഒരു ടാഗ് സഹായകരമായിട്ടുണ്ടോ? എന്താണ് അതിനുള്ളൊരു ടേക്ക്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട KLFൻ്റെ ഒരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കഷൻ നടക്കുന്നത്. സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന പദവി നേടിയതിന് ശേഷമുള്ള ആദ്യത്തെ KLF ആണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ എഡിഷനിൽ ഡോക്ടർ ഫിറോസ് പറഞ്ഞ പോലെ ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്താണ് കഴിഞ്ഞ KLF നടന്നത്. തീർച്ചയായും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് നേടാൻ പറ്റും എന്നതിൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലേക്കാണ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന പദവി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു നഗരം നേടിയെടുക്കുന്നത്. അർബൻ ലോക്കൽ ബോഡീസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പ്രോജക്റ്റ് യുനെസ്കോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കേണ്ടത്. അതിന് കോഴിക്കോട് കോർപ്പറേഷൻ
തീർച്ചയായും അത് അവസരമൊരുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഡോക്ടർ ഫിറോസിനെ പോലെയുള്ള NITയിലെയും നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ, കില, കോഴിക്കോട്ടെ നിരവധി വിദ്യാർത്ഥികൾ, അധ്യാപകർ, ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ എല്ലാവരും ചേർന്ന് നമുക്ക് അർഹമായത് നേടിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സത്യത്തിൽ കോഴിക്കോടിനല്ലാതെ ഇത്തരമൊരു ബഹുമതി മറ്റേത് നഗരത്തിന് കൊടുക്കുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് നാം നേടിയ ഈ ബഹുമതി. അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഇവിടെ വലിയ ഡിസ്കഷന് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സ്റ്റാറ്റസിലേക്ക് കോഴിക്കോട് സിറ്റി എത്തിച്ചേരുമ്പോൾ വലിയ ചാലഞ്ചാണ് ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നാം കൂട്ടായി ഫേസ് ചെയ്യേണ്ടത്. നമുക്ക് വലിയ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഒരു ഭാഗത്ത് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സിറ്റിയായി കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറുമ്പോൾ അതിൻ്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ നഗരത്തിൽ നമുക്ക് നിർവഹിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഈ പാനലിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഓപ്പൺ സ്പേസ് ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഡെൻസിറ്റി അനുസരിച്ച് കോഴിക്കോട് അർബൻ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു വിശകലനം നടത്തുമ്പോൾ നമ്മുടെ ഓപ്പൺ സ്പേസ് നമുക്ക് നമ്മുടെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അർബൻ ടൗൺ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഓപ്പൺ സ്പേസ് കുറഞ്ഞ നഗരമാണ്. അതൊരു ഭാഗത്ത്. എന്നാൽ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ചർച്ച നടക്കുന്ന ഈ കൾച്ചറൽ ബീച്ച്, ഫ്രീഡം സ്ക്വയർ, ഇതെല്ലാം അടുത്ത കാലത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ വലിയ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പൺ സ്പേസിൻ്റെ യൂട്ടിലിറ്റിയാണ്. നമ്മുടെ ബീച്ച് വലിയ സാധ്യത നമ്മുടെ നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സത്യത്തിൽ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത് ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ട മാത്രം വിഷയമല്ല. എങ്ങനെയാണ് ഈ നഗരത്തിന് സാഹിത്യ നഗരത്തിലേക്ക് നാം എത്തിച്ചേർന്നത്? സാഹിത്യ നഗരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് നമുക്ക് മാത്രമേ അത് സാധിക്കൂ. ഇവിടെ ശ്രീ നൗഫൽ പറഞ്ഞ പോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പെയുള്ള നമ്മുടെ വാണിജ്യ ബന്ധങ്ങളിലൂടെയാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെട്ടത്. അപ്പോൾ വാണിജ്യ മേഖല നമ്മുടെ സാഹിത്യത്തിന് നൽകിയ വലിയ കോൺട്രിബ്യൂഷനുണ്ട്. വാണിജ്യം, നമ്മുടെ കലാകായിക മേഖല, നമ്മുടെ രാഷ്ട്രീയം, ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചരിത്രം ഉറ്റി നിൽക്കുന്ന ഒരു കടപ്പുറവും നഗരവുമാണ് കോഴിക്കോട്. അപ്പോൾ വാണിജ്യം, കല, സാംസ്കാരികം, കായികം, വലിയ കായിക പാരമ്പര്യവും ഒക്കെയുള്ള നഗരമാണ്. ഇപ്പോൾ കല, കായികം, സാംസ്കാരികം, രാഷ്ട്രീയം, വാണിജ്യം, ഇതെല്ലാം സാഹിത്യവുമായി തന്നെ ഇടകലർന്ന് നിൽക്കുന്നതാണ്. സ്വാഭാവികമായും ഈ നഗരത്തിൻ്റെ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് നാം നേടിയ ഈ നേട്ടം ഇന്നത്തെ കാലത്ത് നമുക്ക് സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താനാകും? അവിടെയാണ് നമുക്ക് ഇന്ന് ഈ പ്രോജക്റ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, വിശദാംശങ്ങൾ ശ്രീ ഫിറോസ് ഉൾപ്പെടെ പറയും. നമുക്ക് നമ്മുടെ ഈ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഓപ്പൺ സ്പേസിനെ സാഹിത്യ നഗരത്തിൻ്റെ സാധ്യതകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള മാറ്റത്തിലേക്ക് പോകാൻ സാധിക്കണം. നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ കയ്യിൽ പരിമിതമായ നമ്മുടെ കയ്യിലുള്ള ഓപ്പൺ സ്പേസിനെ നമുക്കെങ്ങനെ ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത്, നമ്മുടെ നഗരത്തിൻ്റെ കൾച്ചർ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക്. പുരാതനമായ ഒരുപാട് ഗ്രന്ഥാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷേ നാമാവശേഷമായി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നിശ്ചലമായി കിടക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ഗ്രന്ഥാലയങ്ങൾ, നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ തിരിച്ചു പിടിക്കാനാകണം. നമ്മുടെ എല്ലാ ഓപ്പൺ സ്പേസിനെയും, നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ, ബസ് സ്റ്റോപ്പുകൾ, നമ്മുടെ പൊതു ഇടങ്ങൾ, ഇവിടെയെല്ലാം നമുക്ക് സാഹിത്യ നഗരത്തിൻ്റെ ഇടങ്ങളാക്കി എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും? ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കെങ്ങനെ സാഹിത്യ നഗരത്തിൻ്റെ സാധ്യതകളാക്കി എല്ലാ ഓപ്പൺ സ്പേസിനെയും മാറ്റാൻ വേണ്ടി പറ്റും എന്ന് നമ്മുടെ ഭാവി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന ആശയത്തെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റ് പ്ലാനുകളും ഉണ്ടായിരിക്കേണ്ടതാണ് നഗരസഭ മുന്നോട്ട് വെക്കുന്നത്. ഒട്ടേറെ ആശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട്. അതിനനുസരിച്ച് ചരിത്രമുറങ്ങുന്ന കോഴിക്കോട്ടെ തളി, നമ്മുടെ സാംസ്കാരികമായ രവതി പട്ടത്താനം വലിയ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഗുജറാത്തി സമൂഹത്തിൻ്റെ സംഭാവനകൾ, കുറ്റിച്ചിറ മിസ്കാൽ പള്ളി, നമ്മുടെ CSI കത്തീഡ്രൽ,
അങ്ങനെയുള്ള ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെയുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ ഗ്രന്ഥാലയങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന പദവിയുടെ സാധ്യതകളെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന ചർച്ചയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. My next question is to you, Architect Anita Chaudhary. You came from City of Joy and now you are at City of Literacy. Yeah. See, you are doing lots of public projects in not only in Calicut, you have done lots of projects in all over in Kerala. You are doing urban design projects, you're doing public spaces, and Gender Park is one among them. Then my direct question is to you is, how can the integration of literacy elements in public spaces or streets contributing the sense of cultural identity in Calicut? Well, even though I sit before you and celebrate the spirit of the City of Literature, my soul lies in Kolkata, the City of Joy. And from seeing endless stores of bookshops in Boipada in Bengali literally means, Boi means books and Pada means neighborhood. So seeing endless neighborhoods of books there, and having come to Calicut here, as Noufal mentioned, we were initially involved with a particular street development way back in 2001, I think, on the development of SN Street. And it was at that time that we realized that there were plenty of stories the streets had to tell us. There were plenty of stories that the open space of Mananchara had to tell us. And of course, you can see the democracy that is displayed here on the beach here. Again, one of the projects which was done as a consortium. So definitely all public spaces, whether they are streets or they are open spaces, they're all spaces where you can express a certain sense of freedom. It is, literally speaking, a landscape of equal opportunities. So whether it's a ray of art or culture or heritage, as mentioned earlier, that is displayed along the streets or within the city itself, one needs to understand that you have to work with the citizens of the city, because there has to be a certain sense of ownership by the denizens. And once this ownership comes in, then developing, or for that matter, even retaining and maintaining what the city has to offer is a very, very easy job to do. Would that answer your question, partly? Yeah, almost. So, in continuation with this, Dr. Firoz, Architect Anita Chaudhary has mentioned Boipara. Boipara is book street in Kolkata. So, നമ്മുടെ കാലിക്കറ്റിൽ അതുപോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട്. വി ഹാവ് SM Street is one big example, and we have Gujarati Street, and Velliyangadi is Big Bazaar and Street. So Customs Road, lots of streets are there. So our study കഴിഞ്ഞ സമയത്ത് do you have any proposal for that areas and all? Yeah, actually the City of Literature project, what we did, we made the report, it was nothing to do with the urban spaces, to be very precise. അങ്ങനെ പബ്ലിക് സ്പേസുകളെ പറ്റി, ബിക്കോസ് ഇറ്റ്സ് മോർ ഓഫ് എ കോൺസെപ്റ്റൽ സ്റ്റഡി. കുറേം കൂടിയും ഇതിൻ്റെ സിറ്റിയുടെ ഹിസ്റ്ററി, ലെഗസി, ഹെറിറ്റേജ്, വാട്ട് വി ഹാവ്. മാഡം ഇപ്പോൾ പറഞ്ഞു കൊൽക്കത്ത, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത് ആദ്യം ആൻസർ ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി പിന്നെ പറയാം. എന്തുകൊണ്ട് കൊൽക്കത്ത കിട്ടിയില്ല? വൈ ഡിൻ കൊൽക്കത്ത ഗെറ്റ് ത്രൂ ഈവൻ ഇഫ് രവീന്ദ്രനാഥ് ടാഗോർ did have that legacy? Simple reason, Calicut has got a long legacy of history from 14th century where we could document, we could market, we could brand our program well. And of course, they did not apply, we applied. Simple reason, okay. Now coming back to the logic, and of course, namala literature penetration in Calicut city is probably the largest. The assets are largest, publication houses are the highest. അപ്പോൾ ഈ സിറ്റിക്ക് അതിനെയല്ല എല്ലാ വിഭവങ്ങളുണ്ട്. വിഭവങ്ങളെല്ലാം ചേർത്ത് ഈ ലിറ്റററി അസറ്റ്സിനെ വന്ന് പോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി കോർപ്പറേഷന് മുമ്പിലുള്ള
കർത്തവ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ചില ഐഡിയാസൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈവൻ ഈ ബീച്ച് ഒരു 10 വർഷം മുമ്പ് ഈ ബീച്ച് ഇങ്ങനെയല്ല. ഇപ്പോൾ മാഡത്തിൻ്റെ ഓഫീസാണ്, സ്പേസ് ആർട്ടാണ് അതിൻ്റെ ഒരു ഭാഗം ചെയ്ത്, ഫ്രീഡം സ്ക്വയർ അഗെയിൻ ആർക്കിടെക്ട്സ് ഓഫ് കാലിക്കറ്റ് ഡിഡ് ഇറ്റ്. ഇതുപോലെ ഒരുപാട് പബ്ലിക് സ്പേസസ് ക്രിയേറ്റ് ചെയ്യണം. ഇത് ലിറ്ററേച്ചർ സിറ്റി എന്നുള്ള ടാഗ് കൊണ്ട് മാത്രമല്ല, കാരണം ആളുകൾ ഒരുമിച്ച് കൂടി ഈ മൊബൈൽ ഫോൺ ഒഴിവാക്കിയിട്ട് ആളുകൾ ചർച്ച ചെയ്യണം, ഐഡിയാസ് വരണം, ഇന്നോവേഷൻസ്, ഓൺട്രപ്രണർഷിപ്പ്, everything develops through when people talk with each other. There has to be a lot of public space. ഇന്ത്യയിലെ ഒരു നഗരവും ഒരു അർബൻ പ്ലാനർ എന്ന രീതിയിൽ വി ആർ വെരി ലാക്കിംഗ് ഇൻ ടേംസ് ഓഫ് പബ്ലിക് ഓപ്പൺ സ്പേസസ്. ഇപ്പോൾ കോഴിക്കോടിന് ഒരുപാട് സ്പേസസ് പോസിബിലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ അത് ഡെവലപ്പ് ചെയ്യണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ ആൾറെഡി ഇത് ഒരുപാട് ചെറിയ പബ്ലിക് ഓപ്പൺ സ്പേസസ് സിറ്റീസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് മെത്തഡോളജീസ് അതിന് പോസിബിൾ ആണ്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഈവൻ ഇപ്പോൾ നമുക്ക് ബുക്ക് ലൈബ്രറീസ് ഡെവലപ്പ് ചെയ്യുക. സ്കൂളുകൾ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് പല കാര്യങ്ങൾക്കും മുമ്പിലാണ്, പക്ഷേ കാലിക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു 2 സ്കൂളുകൾ, because there are 2 schools in Calicut which are actually globally recognizable, which is one of the worst schools, designated worst schools. One is the Karabarbu school, the other one is the Nadakav school. ഞാനൊന്ന് ഇടപെടുന്നു, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഒന്ന് ചുരുക്കി 2 എക്സാമ്പിൾ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം പറയാം. ഇതുപോലത്തെ പബ്ലിക് സ്പേസ്, സ്കൂളുകൾ, അതുപോലെ തന്നെ ബാക്കി പബ്ലിക്, ഇതെല്ലാം പബ്ലിക്കിന് ഓപ്പൺ അപ്പ് ചെയ്യുന്ന 2 എക്സാമ്പിളുകളാണത്. അപ്പോൾ ഇങ്ങനത്തെ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്ത് ആളുകൾ ഇൻട്രാക്ഷൻ ഇംപ്രൂവ് ചെയ്യുക. That is one way of materializing more of open space and public. It's a very big topic of discussion. We don't have time for that. Maybe we can have a separate discussion on this later. One more question. So how can Kozhikode be a city of literature for the present generation? Yeah, present generation നമുക്ക് ആൾറെഡി ഇഷ്ടം പോലെ ഹെറിറ്റേജ്, ലിറ്ററി, കൾച്ചർ. ഫോർ എക്സാമ്പിൾ ബഷീറിൻ്റെ പല കൃതികളും. Why don't we bring them to the stage? Why don't we bring them and portray it as if a storytelling program? Why don't we, rather than putting his photograph or maybe or sculpture, why don't the streets storytell it? Why don't the public space react to the you know the Kadapatrangal? But that gives a lot of opportunities for younger generation to see and ask. ഒരു കുട്ടി ചോദിക്കും ഇത് എന്താണ് ചോദിക്കും. അപ്പോൾ പാരൻ്റ് അത് ആ കൃതി വായിച്ചിട്ടുണ്ടെങ്കിൽ ആ പാരൻ്റ് പറഞ്ഞു കൊടുക്കും. I'm just giving one example. There are thousands of other ways wherein which literature can be brought into public spaces. It's a big debatable topic. The same question for you. Yeah. So just an add-on to what Firoz said. Actually, there's a movement, or I think the movement still exists. It's called Streets of Calicut. It started off way back in 2000, just after COVID. So you had this bunch of young, I guess, students, maybe young professionals who got together, and they started this movement of not just book reading in public spaces, but even exploring different areas of the heritage. They started photography, sketching, and it was a fantastic initiative, and I assume that initiative is still on. So it's not that the young and the youth are not doing things about it. Yes, they are a little technologically inclined, but I think with the kind of crowd that we have here, we definitely know that the youth and the young are interested in literature. Yeah. Thank you. Last one question for you. ഇപ്പോൾ നമ്മൾ അർബൻ ഡിസൈൻ ഇന്നോവേഷനെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ലിറ്ററസി ആൻഡ് ഹാപ്പിനെസ് ഫോക്കസ് ഇനീഷ്യേറ്റീവ് ചെയ്ത് പ്രോജക്റ്റ് നമ്മൾ സിറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനെ പറ്റി കോർപ്പറേഷൻ ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലുണ്ടോ? തീർച്ചയായും പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഇന്നത്തെ ഈ കാലത്ത് ദേശീയമായി തന്നെ നമ്മൾ അംഗീകരിച്ചൊരു വികസന കാഴ്ചപ്പാടാണ്. തീർച്ചയായും കോഴിക്കോട് നഗരത്തിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്ക് ഒരു ഹാപ്പിനെസ് സിറ്റി എന്ന നിലക്ക് നമുക്ക് ഉയർത്താൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് പ്രോജക്റ്റുകൾ പൂർണ്ണമായും നമുക്ക് നടപ്പാക്കാൻ വേണ്ടി പറ്റൂ. അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ നഗരസഭ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇവിടെ പറഞ്ഞ പോലെ വെറും ഒരു വായനാമൂലകൾ ചർച്ചകൾ മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യാണ്ടി പോയ സാഹിത്യവുമായി ബന്ധപ്പെട്ട തന്നെയാണ് നാടകത്തിൻ്റെ നഗരം കൂടിയാണ് കോഴിക്കോട്. അപ്പോൾ അതിനുള്ള അത് സമയക്കുറവാണ്, ഞാൻ ക്രമീകരിക്കുകയാണ്. അതിനുള്ള അവസരങ്ങൾ ഒരുക്കണം. ഈ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ സ്ട്രീറ്റ് ഷോ, മ്യൂസിക്കുമായി ബന്ധപ്പെട്ടൊരു വലിയ നഗരമാണ് കോഴിക്കോട്. ഇതെല്ലാം തന്നെ ഒരു ഹാപ്പിനെസ് സിറ്റിയാക്കാൻ, നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കാൻ, ടൂറിസം ഓറിയൻറ്റഡായ പദ്ധതികൾ, ഇങ്ങനെയുള്ള ധാരാളം ആശയങ്ങൾ ഹാപ്പിനെസ് സിറ്റിയാക്കി കോഴിക്കോടിനെ മാറ്റാൻ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന ആശയം അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കണമെങ്കിൽ
എല്ലാ വിഭാഗത്തെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് ഉറപ്പാണ്. താങ്ക് യു. നമ്മുടെ സമയപരിമിതി കാരണം നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. അരമണിക്കൂർ കൊണ്ടൊന്നും ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഞാനൊരു കോട്ട് ചെയ്തിട്ട് നമുക്ക് നിർത്താം. നമ്മൾ പണ്ട് ഉസ്താദ് ഹോട്ടലിൽ കരീം ഭായ് തൻ്റെ കൊച്ചുമോനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഫൈസിനോട്. ഫൈസി, സുലൈമാനി ഉണ്ടാക്കുമ്പോൾ അതിൽ അല്പം മുഹബത്ത് ചേർക്കണം, എന്നാൽ ലോകം നിൻ്റെ അടുത്തേക്ക് എത്തുന്നുള്ളത്. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പബ്ലിക് സ്പേസ് ഡിസൈൻ ചെയ്യുമ്പം അല്പം മുഹബത്ത് ചേർത്താൽ അത് കാണുന്നവൻ്റെയും അത് ഉപയോഗിക്കുന്നവൻ്റെയും ഉള്ളിൽ ഒരു മുഹബത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ഐ എം വൈൻഡ് അപ്പിംഗ് ദിസ് സെഷൻ. താങ്ക് യു Musafar Ahmed, thank you Anita Chaudhary, and thank you Dr. Firoz. Thank you.